വെൽക്കം ടു അവർ ചാനൽ ട്രാവൽ സ്റ്റോറീസ് ബൈ ഗായ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഇന്നത്തെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എണീറ്റപ്പോ ഉച്ചയായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടീസിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അൽക്കൂസിലൊരു ബെസ്റ്റ് ഫുഡ് സ്പോട്ടിലേക്കാണ്. പോയിട്ട് വരാം. നോക്കിയേ, ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ പറയുന്നതാണ് ശനിയാഴ്ച ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല എന്ന്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായ കാരണം നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോവാ. അങ്ങനെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് അൽക്കൂസിൽ അൽക്കൈൽ ഹൈറ്റ്സിന്റെ എൻട്രൻസ് 2 ഇല്ലേ, അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മളുടെ ലൊക്കേഷൻ. ഇതാ കാണുന്ന ഹുബ്ബ കഫേ ആൻഡ് റെസ്റ്റോറന്റ് ആണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് സ്പോട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ള പോക്കും ഉച്ചക്കലത്തെ ആ വിശപ്പും എല്ലാം ആയിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എന്നാ വാ നമുക്ക് പോയി അവിടുത്തെ വെറൈറ്റി ഓഫ് ഡിഷസ് നോക്കിയിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ മെനു, പിന്നെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്നതാണ് ടർക്കിഷ് ചാർക്കോളും, പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസും. ഇഷ്ടമുണ്ട്. ഓഫീസ് ഇവിടെ അടുത്തായതുകൊണ്ട് അവൻ ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ അവന് ഇഷ്ടമായിട്ടുള്ളൊരു ഡിഷ് എന്ന് പറയാറുള്ളത് റൊട്ടി ബട്ടർ ചിക്കനൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് ഒരു അമേരിക്കൻ ചോപ്സിയും ഒരു അവക്കാഡോ മാംഗോ ഷേക്കുമാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ അവക്കാഡോ ഷേക്ക് എത്തി, അതിന്റെ പിന്നാലെ നമ്മുടെ ചോപ്സി എത്തി. ഞങ്ങളങ്ങനെ കഴിക്കാൻ തുടങ്ങാണ് കേട്ടോ. ഷേക്ക് നല്ല അടിപൊളിയായിരുന്നു. അവക്കാഡോ മാംഗോ വിത്ത് ഹണി, അത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണേ. രണ്ടുപേർക്കും കൂടി ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്നാലും നമ്മൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു, കാരണം ഇനി ചോപ്സിയും കൂടെ വരണല്ലോ. അങ്ങനെ ഷേക്ക് കുടിച്ച് തീർന്നപ്പോഴേക്കും ചോപ്സി എത്തി. ചോപ്സി ആഫ്റ്റർ എ ലോങ് ടൈം. ചോപ്സി ആക്ച്വലി രണ്ടുപേർക്കും കൂടെ നമ്മൾ ഒരെണ്ണം പറഞ്ഞുള്ളൂ. നല്ല ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചോപ്സിയുടെ കേസിൽ വരുമ്പോൾ സോസ് ലേശം കൂടിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, ഞാൻ നല്ലോണം കഴിച്ചു, എനിക്കിഷ്ടമായി. ബട്ട് ഞാൻ പറഞ്ഞ പോലെ സോസ് ലേശം കൂടിപ്പോയിരുന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ കഴിക്കുമ്പോൾ അവരുടെ അടുത്ത് മുന്നേ പറയാം. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അതാ കഴിക്കുന്ന കാണാൻ തന്നെ അറിയാലോ. എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരു സ്പോട്ട് നാട്ടിൽ ഹാവോമിങ് ആണ് കേട്ടോ. അവിടെയും ഞങ്ങൾ ഇതുപോലെ പോയി കഴിക്കാറുണ്ട് ചോപ്സി. ഓക്കെ, അത് ട്രൈ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടുത്തെ ഇൻഡോർ സ്പേസ് പോലെ തന്നെയാണ് ഇവരുടെ ഔട്ട്ഡോർ സ്പേസ്. നല്ല അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ പോയി ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത വ്ലോഗായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.